ഉന്നത സ്വത്ത് സമ്പാദന കേസിലെ CBI അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൂഢാലോചന ആരോപണവുമായി മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം ഗൂഢാലോചന നടത്തിയെന്നാണ് കത്തിലെ ആരോപണം. ബിനിൽ ലീല സാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, നിയമ പോരാട്ടത്തിലേക്ക് പോകുമെന്ന് സൂചനയുള്ളപ്പോഴാണ് ഗൂഢാലോചന അന്വേഷണത്തിനായുള്ള എബ്രാഹിമിന്റെ ശ്രമം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 3 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ്. ഒന്ന്, മുംബൈയിൽ ഒരു ഫ്ളാറ്റ് വാങ്ങി, അതോടൊപ്പം തന്നെ ട്രിവാൻഡ്രത്ത് ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങി, അതോടൊപ്പം കൊല്ലം കടപ്പാക്കടയിലെ അനധികൃത സ്വത്ത് സമ്പാദന ഭാഗമായിട്ടുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ്. ഈ 3 ആരോപണങ്ങളാണ് പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തമ്പുരക്കൽ ആരോപിച്ചത്. അതിലാണിപ്പോൾ ഒരു CBI അന്വേഷണം ആകാമെന്ന ഹൈക്കോടതി ഉത്തരവ് വന്നത്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിന്നീട് ഇത് വന്നപ്പോൾ തന്നെ ഇത് സധൈര്യം നേരിടുമെന്നാണ് കിഫ്ബി CEO കൂടിയായ ഇപ്പോൾ KM എബ്രഹാം പറഞ്ഞതും അതിനുശേഷം ഈ ജീവനക്കാർക്ക് അയച്ച വിഷു സന്ദേശത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യവും. അതിനുശേഷമാണ് ഒരു നിയമ പോരാട്ടത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. അതായത് നിലവിൽ ഇതിൽ ഗൂഢാലോചനയുണ്ട്, അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള വ്യക്തിവിരാഗത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഈ ഒരു ഹർജിയുമായി മുന്നോട്ട് പോയതെന്നാണ് KM എബ്രഹാം പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഇതിൽ ഒരു അന്വേഷണം വേണമെന്ന്, അല്ലെങ്കിൽ പരിശോധന ആവശ്യമാണെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ ഒരു കത്ത് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 പദവിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഒന്ന് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ്, അതോടൊപ്പം തന്നെ കിഫ്ബിയുടെ CEO ആണ്. കിഫ്ബി സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ വലിയ അഭിമതം മുന്നോട്ട് വെക്കുന്ന പദ്ധതിയാണ്. അതിന്റെ CEO ആണ് അദ്ദേഹം. അങ്ങനെ ഇരിക്കുന്ന ഒരാളുടെ പേരിൽ ഇത്തരത്തിലൊരു ആരോപണം അല്ലെങ്കിൽ അന്വേഷണം വരുമ്പോൾ അത് സർക്കാർ തന്നെ നാണക്കേടാണ്. അതിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം രാജിവെക്കില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ചു. പക്ഷെ അപ്പോൾ തന്നെയും ഇത് രാജിവെക്കില്ലെങ്കിൽ പോലും അന്വേഷണത്തെ സദ്യം നേരിടും. മാത്രമല്ല, ഇതിൽ ഒരു നിയമപരമായി മുന്നോട്ട് പോകുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുന്നോട്ട് പോയത്. നിലവിൽ എന്തായാലും ഇക്കാര്യത്തിൽ ഒരു അടിയന്തര അന്വേഷണം വേണം. അത് അന്വേഷണം വേണ്ടത് ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ അന്വേഷിക്കണം. ഗൂഢാലോചന ഉണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കി പറയുന്ന കാര്യം. കാരണം അദ്ദേഹം ഈ വിധി വന്നതിന് പിന്നാലെ, CBI അന്വേഷണം വേണമെന്ന ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇക്കാര്യത്തിൽ അനധികൃത സമ്പാദനത്തിൽ താൻ കുറച്ച് രേഖകൾ ഹാജരാക്കിയിരുന്നു. പക്ഷെ രേഖകളൊന്നും കൃത്യമായി പരിഗണിച്ചില്ല. അത് പരിഗണിക്കാതെയാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് വന്നതെന്ന് കൃത്യമായി തന്നെ KM എബ്രഹാം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിയമപരമായി മുന്നോട്ട് പോകുന്നത് തെറ്റില്ല എന്നാണ് അദ്ദേഹത്തിന് ഒപ്പമുള്ള ആളുകൾ പറഞ്ഞത്. അതുകൊണ്ടാണ് അത്തരത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. നിലവിൽ എന്തായാലും ഹർജിക്കാരനായ ജോമോൻ പുത്തമ്പുരക്കലിന് തന്നോട് വ്യക്തിപരമായ വിരോധമുണ്ട്. മാത്രമല്ല, വിജിലൻസ് ഡയറക്ടറായിരുന്ന ഒപ്പം ജോലി ചെയ്ത ജേക്കബ് തോമസ്, അദ്ദേഹത്തിന് വ്യക്തിപരമായ വിരോധമുണ്ട്. അതാണ് ഈ കേസ് ഇത്തരത്തിൽ മുന്നോട്ട് പോകാനും പിന്നീട് ഈ CBI അന്വേഷണത്തിന്റെ കാരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഇതിൽ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന അന്വേഷണം എന്നാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത്. നിലവിൽ എന്തായാലും ഒരു IAS ഉദ്യോഗസ്ഥൻ ഇത് അന്വേഷിക്കണം എന്നാവശ്യം കത്താണ് മുഖ്യമന്ത്രിക്ക് KM എബ്രഹാം നൽകിയിട്ടുള്ളത്.